ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഒന്ന് ചിക്കൻ കടായി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ ഉച്ചക്ക്. അപ്പോൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. അപ്പോൾ അരമണിക്കൂർ വെള്ളത്തിലിട്ടപ്പോൾ ഐസൊക്കെ പോയി. നന്നായിട്ട് നമുക്കിത് കഴുകി വൃത്തിയാക്കാം. ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ആ കല്യാണത്തിന് പോയപ്പോൾ സൈഡ് ഡിഷായിട്ട് ചിക്കൻ കടായി ഉണ്ടായിരുന്നത്. അപ്പോൾ വിചാരിച്ചു നാളെ ലഞ്ചിട്ട് നമുക്ക് ചിക്കൻ കടായി ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അങ്ങനെ ഫ്രീസറിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ വാരാൻ വേണ്ടിയിട്ട് ഇതിലിട്ട് വെക്കാം. വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ടു, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടു, 2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ടു, പിന്നെ കുറച്ച് 2 ടീസ്പൂൺ സുർക്കുണ്ട്, അതൊഴിച്ചു. പിന്നെ അരപ്പാണിത്, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം, ചെറുള്ളിയൊക്കെ കൂടി അരച്ച് വെച്ച അരപ്പാണ്. അത് അരച്ചത് ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം, 1 ടീസ്പൂണ് ഉപ്പ്. എൻ്റെ ഈ ബോക്സ് കണ്ടോ, എനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ ഈ ബോക്സ്. 4 പാർട്ടാണ് ഇതിന്. നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, പിന്നെ എന്ത് വേണമെങ്കിലും മറ്റു പാർട്ടിലിടാം. നമുക്ക് ചിക്കൻ മസാല, കുരുമുളക് പൊടി, അങ്ങനെ എന്ത് വേണമെങ്കിലും 4ാമത്തെ പാർട്ടിലിടാം. അങ്ങനെ നല്ല വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. എനിക്കിഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി എടുക്കുക, വേറൊരു ബോട്ടിൽ മല്ലിപ്പൊടി എടുക്കുക, വേറൊരു ബോട്ടിൽ മുളകും പൊടി എടുക്കുക. അങ്ങനെ വേണ്ട, നമുക്ക് ഒറ്റൊന്നിൽ തന്നെ എല്ലാം ഉള്ളൊരു ബോക്സാണത്. തന്നെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു ഹാൻഡിലുണ്ട് പിടിക്കാൻ സൗകര്യത്തിനായിട്ട്. മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിതാ പൊരിച്ചെടുക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ കടായിട്ട് നന്നായിട്ട് ക്രിസ്പി ആവണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ ആയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. എണ്ണ വാർത്തിയിട്ട് നമുക്കൊരു പാത്രത്തൊക്കെ ഇട്ടേക്കാം. അങ്ങനെ മുഴുവനും പൊരിച്ചെടുക്കാം. ഒരു ട്രിപ്പ് കൂടി പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള ഉള്ളി തക്കാളിയും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ കടായിക്ക്. അങ്ങനെ ഉള്ളിയും തക്കാളിയും വയ്ക്കും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഗായ്സ് അതിലേക്കുള്ള ഉള്ളി റെഡി ആയിട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തക്കാളി കേട്ടോ വഴറ്റിയെടുക്കണേ. ഉള്ളി ആദ്യം വഴറ്റിയെടുത്തതിന് വല്ലാതെ കുഴഞ്ഞു പോകും വിചാരിച്ചിട്ട് ആദ്യം തക്കാളി വഴറ്റിയെടുത്തതിന് ശേഷം ഉള്ളി ജസ്റ്റ് ഒന്നിട്ട് ഇളക്കിയാൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം അധികം എണ്ണയൊന്നും ബാക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇടാൻ ചെയ്തത്. ഇനി തക്കാളി നല്ലോണം വാടി വരുന്ന ടൈമിൽ നമുക്ക് ഉള്ളിയിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഉള്ളി ഇടാണ് ചെയ്യുന്നത്. ഉള്ളി വല്ലാതെ വാടണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. കുറച്ച് നേരം വെച്ചാൽ മതി, 2 മിനിറ്റ്. ഈ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഉള്ളി ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം നമുക്ക് നമ്മൾ ചിക്കൻ ചില്ലി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ.
അതിനുശേഷം നമുക്ക് കുറച്ച് സോസും 2 ടീസ്പൂൺ സോസും കുറച്ച് സോയാ സോസും ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം നമുക്ക്. ഇത് രണ്ടും കേട്ടോ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോയാ സോസും ചില്ലി സോസും. അത് രണ്ടും ഒഴിച്ചാൽ തന്നെ ചിക്കൻ കടായി ടേസ്റ്റായി. അങ്ങനെ നമ്മളെ ചിക്കൻ കടായി റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചിക്കൻ കടായിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി പുതിയ വീഡിയോസായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.